ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചക്ക പായസമാണ്. അതിന് ഞാൻ കുറച്ച് ചക്ക എടുത്ത് വേവിച്ച് മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തതാണ്. അങ്ങനെ ഇത് 3 കപ്പുണ്ട്. പിന്നെ 1 ലിറ്റർ പാല്, 2 കപ്പ് ശർക്കര പാനിയാക്കിയതാണ്, ഞാൻ ഉരുക്കി അരിച്ചു വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കമുന്തിരിങ്ങയാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തെടുത്ത്, പിന്നെ കാഷ്നട്ട്, പിന്നെ എള്ള്. ഇതൊക്കെ ആവശ്യത്തിന് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. പിന്നെ നമുക്കിനി തയ്യാറാക്കാം. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉരുകി ഇറങ്ങട്ടെ. ഈ നെയ്ക്കകത്തോടെ നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ തേങ്ങാക്കൊത്തുന്ന നല്ല മധുരമുള്ള ചക്കയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് എടുത്തത് ശർക്കര. നിങ്ങൾക്ക് മധുരം ഇച്ചിരി കുറവുള്ളതാണെങ്കിൽ നമുക്ക് മധുരം അനുസരിച്ച് 2, 3, 4 എടുക്കാം. ഇത് നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് എടുത്തത്. ഇതിനകത്തിലേക്ക് നമുക്കിനി കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഉണക്ക മുന്തിരിങ്ങ ഇതെല്ലാം വന്ന് നമുക്ക് അതിനകത്തിലേക്ക് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തോട്ട് മാറ്റാം. നമ്മൾ നെയ്യുന്ന പാത്രത്തിനകത്തോട്ട് തന്നെ നമുക്ക് നമ്മുടെ ചക്ക ഒഴിച്ച് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ എള്ള് അതിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്നു, നല്ലതുപോലെ പോയി. അതുകൊണ്ട് സാരമില്ല, എള്ളിരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നല്ലപോലെ കുറുക്കിയെടുക്കണം. വെള്ളമല്ല ഈ ചക്കയിൽ ഒന്ന് വറ്റി വരണം. ചക്ക നല്ലപോലെ തിളച്ച് ഇതായി. അതിനകത്തിലേക്ക് നമുക്ക് എടുത്തിട്ട് ശർക്കര ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ശർക്കരയും കൂടെ ഒന്ന് വേകണം. ഇതിനകത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ശർക്കരയും ചക്കയും എല്ലാം കൂടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് നെയ്യുടെ. അതിനകത്തിലേക്ക് നമുക്ക് എടുത്ത് വെച്ച പശുവും പാൽ ഒഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് ഫുള്ളും ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി പശുവും പാലില്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് ഇത് തയ്യാറാക്കാം. പിന്നെ കവർ പാലായാലും കുഴപ്പമില്ല. ഞാനിപ്പം പശുവും പാൽ തന്നെയാണ് എടുത്തത്. നമ്മൾ പായസം കൂടെ തിളയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു നോൺ സ്റ്റിക്കിനകത്ത് ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിനകത്തിലേക്ക് ഞാൻ കുറച്ച് ചക്ക പൊടിയായിട്ട് അരിഞ്ഞതാണ്, ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വേറെ ഒന്നുമല്ല, നമ്മുടെ പായസത്തിനകത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന നല്ലതല്ലേ. മറ്റേന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം പോലെ ഒരിതില്ല. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്, കടിക്കുകയും ചെയ്യാം. ഇത് മതി. ഇനി നമുക്ക് നമ്മുടെ പായസത്തിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കിസ്മിസും ഏലക്കയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കുറുകി ഇട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല കുറുകിയ പായസമാണ്. നമ്മൾ ചക്ക നമ്മൾ കടിക്കാനൊക്കെ ഉണ്ട്, നമുക്ക് ചക്ക പിന്നെ ഉണക്ക മുന്തിരിങ്ങയൊക്കെ ഉണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.